ഇതെന്താന്ന് മനസ്സിലായോ എല്ലാവർക്കും? ഇത് ഞങ്ങളുടെ നാട്ടിൽ പൊങ്ങ് എന്ന് പറയും, ചില നാടുകളിൽ നൊങ്ങ് എന്നും പറയും. ഇന്ന് ഇതിൻ്റെ ഒരു കറിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം വളരെ കുറച്ചൊരു ചെറിയ ഒരു തേങ്ങയുടെ, അതായത് പകുതി ഉണങ്ങിയ ഒരു തേങ്ങയും ഒരു സവാള, കുഞ്ഞു സവാളയും കൂടെ ചെറിയ തീയിലിട്ട് ഇത്രയ്ക്കൊന്ന് വറുത്തെടുത്തു. ഇത്ര മാത്രം വറുത്താൽ മതി. പൊങ്ങ് കറിക്ക് ആവശ്യമായ സാധനങ്ങളെല്ലാം ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ചെറിയ 5 സവാളയുണ്ട്, ഒരു കഷ്ണം ഇഞ്ചി, 5-6 വെളുത്തുള്ളി അല്ലി, 2 പച്ചമുളക്, കറിവേപ്പില, മല്ലിയില, ഒരു തക്കാളി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, പെരിഞ്ജീരകപ്പൊടി, ഗരം മസാല, മഞ്ഞൾ, ഉപ്പ്, എണ്ണ, പിന്നെ നേരത്തെ വറുത്ത് വെച്ച തേങ്ങ, ഇത്രയും സാധനങ്ങൾ, ഉപ്പ്, ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി അടുത്ത പ്രോസസ്സിലേക്ക് നടക്കാം. കുറച്ച് എണ്ണ ഒഴിച്ചു, പാൻ ചൂടാക്കി അതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു. ഞാൻ എണ്ണ ചൂടാകുമ്പോഴേക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന പൊങ്ങ് അല്ലെങ്കിൽ നൊങ്ങ് അത് ഇതിനകത്തേക്ക് ഇടുകയാണ്. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യാം. ഇതൊന്ന് വഴറ്റിയിടുന്നു. ഏകദേശം ഈ പാകമാകുമ്പോഴേക്ക് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി അതേ പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് സവാള വഴറ്റാം. ഉപ്പിട്ട് ഇറക്കിയെടുക്കാം. സവാള വഴന്നു വന്നപ്പോഴേക്ക് അതിനകത്തേക്ക് കറിവേപ്പില ഇട്ടു, പച്ചമുളക് കീറിയിട്ടു, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഇട്ടു. ഇനി അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഒന്നുകൂടെ ആഡ് ചെയ്തു. ആദ്യം വറുത്ത് വെച്ച തേങ്ങ അരച്ചത് മസാലയൊക്കെ മൂത്ത് വന്നു കഴിഞ്ഞപ്പം ആദ്യം അരച്ചു വെച്ചിരുന്ന സവാളയും തേങ്ങയും കൂടെയുള്ള കൂട്ട് അത് ഇതിൽ ചേർത്തു. ഇനി ഇതും ഒന്ന് വഴന്നു വരട്ടെ. ടൊമാറ്റോ പ്യൂരി ചേർക്കാം. ടൊമാറ്റോ അടിച്ച് ഇതിനകത്തേക്ക് ചേർത്തു. ഇതും കൂടെ ഇട്ട് മിക്സാക്കുക. അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയും പെരിഞ്ജീരകപ്പൊടിയും ആഡ് ചെയ്യുക. ഇത് എണ്ണ തെളിഞ്ഞ് വരുന്നവരെ ചെറുതീയിൽ ഇങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കുക. അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിക്കണം. ഞാൻ തക്കാളി അരച്ച പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് അത് ഇങ്ങോട്ട് മിക്സ് ആക്കുമായിരുന്നു. ചൂടുവെള്ളം വേണം ഒഴിക്കാനായിട്ട്. ഇനി ഇത് അടച്ചു വെച്ച് കുറച്ച് നേരം ഒന്ന് വേവിക്കണം.
ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മുടെ ആവശ്യത്തിനുള്ള ഗ്രേവിക്ക് വേണ്ടുന്ന ചൂടുവെള്ളമാണ് ഒഴിക്കേണ്ടത്. ഇത് ആദ്യം തന്നെ എണ്ണയിൽ വഴറ്റിയപ്പോൾ തന്നെ അത് ആവശ്യത്തിന് വെന്ത് കഴിഞ്ഞു. ഇനി അധികം വേവേണ്ട ആവശ്യമില്ല. കുറച്ച് മല്ലിയില ഇട്ടു. ഇനി നമുക്ക് ഇത് വാങ്ങിക്കാം.